നമ്മുടെയൊക്കെ ഒട്ടുമിക്ക വീടുകളിലും തൈരും മുട്ടയും ഒക്കെ എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് തൈരും മുട്ടയും വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ കറി ആയാലോ. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാവേ. മുട്ടയൊക്കെ അങ്ങനെ പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തൈരും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവോള ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സവോളയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ എരിവിനനുസരിച്ച് ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അത് ഞാൻ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഒരളവിനാണ് കേട്ടോ ഞാൻ ഒരു മുട്ട എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തേരാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവും തൈരിൻ്റെ അളവൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പം ഒരാൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മുട്ടേനെ ഞാൻ ഇങ്ങനെ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ട്രൈ ചെയ്യാത്തവരെ. അപ്പം മുട്ടയും ഞാൻ തൈരിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പേ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായി ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ചെറിയ ജീരകമാണ്, ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് മുളക് പൊടിയും പിന്നെ കസ്തൂരി മേത്തിയാണ് കേട്ടോ. കസ്തൂരി മേത്തി ഇട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും തൈരിനകത്തേക്ക് ഒഴിച്ച് കഴിയുമ്പം സിമ്പിളായിട്ടുള്ള കളർ റെഡി. കസ്തൂരി മേത്തിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നേ. അപ്പോൾ അതിന് പകരമാണ് ഞാൻ കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുളക് പൊടി എല്ലാം മൂപ്പിച്ചത് നമ്മുടെ തൈരും മുട്ടയ്ക്കകത്തും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ അടിപൊളി ടേസ്റ്റിയാണ്. ഞാൻ സത്യമായിട്ട് ഞാനിത് ട്രൈ ചെയ്ത് ആദ്യം നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഇത് കാണിച്ചു തരുമെന്ന്. അപ്പം ഇത് ഇൻസ്റ്റാഗ്രാമിലൊന്നും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ട്രൈ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. തൈരും മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം പറ്റുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേഗം കമൻറ്റ് പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.